പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ദിവസമാണല്ലോ മെയ് 4-ാം തീയതി. എല്ലാ എക്സിറ്റ് പോളുകളും, എല്ലാ ചാനലുകളും, നവമാധ്യമങ്ങളിലും, എല്ലാ അറിവുള്ളവരും എല്ലാവരും UDF ആണ് അടുത്ത ഭരണമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങൾ UDF വരുമെന്നും UDFിലെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആവുമെന്നും കരുതുന്നവരാണ് ഏറെയും. പ്രിയപ്പെട്ട കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഘടകകക്ഷി പാർട്ടികളായ മൊത്തം പാർട്ടിക്കാരെ പെടാത്ത വിശിഷ്യ മുസ്ലിം ലീഗിൽ പെടാത്ത ഒരുപാട് മുസ്ലിങ്ങൾ, നിഷ്പക്ഷരായ മുസ്ലിം സമൂഹം ഇവിടെയുണ്ട്. അതുകൂടാതെ മതേതര മറ്റു ഇതര ജാതി മതസ്ഥരിൽപ്പെട്ട നിഷ്പക്ഷരായ വോട്ടർമാരും ഇവിടെയുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ ഗ്രൂപ്പ്. ഞങ്ങൾ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്നു എങ്കിലും ഞങ്ങളൊരു EK സമസ്തയുടെ ആളല്ല, AP സമസ്തയുടെ ആളല്ല, ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് ആളല്ല, ഒരു വിഭാഗത്തിൻ്റെയും ആളല്ല. ഞങ്ങൾ മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് ഞങ്ങളെ ദൈവിക ചിന്തകൾ ജീവിക്കുകയും ഇവിടുത്തെ നാനാജാതി മതസ്ഥരുമായി സൗഹാർദ്ദത്തിൽ ഏർപ്പെട്ട് ജീവിക്കുകയും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്ന നിഷ്പക്ഷരായ ഒരു പ്രബുദ്ധ സമൂഹത്തിൻ്റെ വക്താക്കളാണ് ഞാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഘടകകക്ഷിപ്പെട്ട പാർട്ടികൾ കൂടാതെ കോടാനുകോടി ലക്ഷോപലക്ഷം നിഷ്പക്ഷരായ ഞാനടക്കമുള്ള ഒരുപാട് വോട്ടർമാർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിങ്ങളുടെ അസ്തിത്വം നടപ്പിലാക്കി നട്ടെല്ലോടെ നിങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും നിങ്ങളുടെ ഹൈക്കമാൻഡുമായി കൂടിയാലോചിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും അത് മറ്റു ഘടകകക്ഷികളെ കൈയെടുത്താതെ അവരുടെ രീതികളുമായി വശംവദരാകാതെ ആരായാലും എത്ര ഉന്നതമായ ഘടകകക്ഷിയായാലും ശരി, അത് നിങ്ങളുടെ സ്വന്തം പ്രിവിലേജാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അർഹമായ കൈകളിലേക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾ എത്തിച്ചു നൽകണം. 2021 ഭൂരിപക്ഷം MLA-മാരും ശ്രീ രമേശ് ചെന്നിത്തലയെ പിന്താങ്ങിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നത്. പക്ഷേ ബലം വന്നപ്പോൾ തിരിച്ചായിരുന്നു. ഇനി ആ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. കാരണം ഇന്ദിരാഗാന്ധി മുതൽ രാജീവ് ഗാന്ധി മുതൽ നരസിംഹറാവു മുതൽ കരുണാകരൻ മുതൽ A.K. ആന്റണി മുതൽ ഉമ്മൻചാണ്ടി സാർ മുതൽ എല്ലാവരുമായി പ്രവർത്തിച്ച് അനുഭവ പാരമ്പര്യമുള്ള സാത്വികനായ ഗാന്ധിയനായ വളരെ നല്ല രീതിയിൽ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ ആ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ സർവ്വജാതി മതസ്ഥരും നിഷ്പക്ഷരായ ജനങ്ങളും കേരളത്തിലെ മതേതര വിശ്വാസികളും ആ സ്ഥാനലബ്ധിയിൽ സന്തോഷം കണ്ടെത്തും. അതല്ലേ നിങ്ങൾ കോൺഗ്രസും കോൺഗ്രസ് ഹൈക്കമാൻഡും ഉൾക്കൊള്ളേണ്ടത്. രമേശ് ചെന്നിത്തല താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന് നന്നേ ചെറുപ്പത്തിലെ പൊതുപ്രവർത്തനങ്ങൾക്ക് ഇടിയും കൊണ്ട് ഒരുപാട് ത്യാഗം അനുഭവിച്ച് ഈ നിലയിലെത്തി. ഈ 70 വയസ്സും 75 വയസ്സിനിടയിൽ ജീവിതം മുമ്പോട്ട് പോകുന്ന ഈ ഒരു വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയായ രമേശ് ചെന്നിത്തല ആവട്ടെ,
അടുത്ത മുഖ്യമന്ത്രി. നിഷ്പക്ഷരായ ലക്ഷക്കണക്കിന് ആളുകൾ അത് ഉൾക്കൊള്ളാൻ കാത്തിരിപ്പുണ്ട്. ഞങ്ങൾക്കൊരു പി ആർ വർക്കിൻ്റെയും ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഘടകകക്ഷിയിലോ നിങ്ങളുടെ മുന്നിൽ സംവിധാനത്തിലോ ഞങ്ങളെ പ്രതിനിധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇല്ല. ഇനി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്നും. സുതാര്യമായ ഭരണം, നല്ല രീതിയിൽ സഹവർത്തിത്വം, കേരളത്തിൽ എല്ലാ ജാതി മതസ്ഥരുമായി ഐക്യത്തോടെ മുമ്പോട്ട് പോകണം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഫ്ലെക്സിബിളായ ഒരു നേതാവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യം, കേരളത്തിന് ആവശ്യം. അത് ഇന്ന് കോൺഗ്രസിൽ കൈയാളുന്നത് ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പുകളും ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നിഷ്പക്ഷരായ ജനങ്ങൾ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ആണെന്നാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. സീനിയോറിറ്റി വെച്ചും അനുഭവ പരമ്പരം വെച്ചും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവേണ്ടതാണ് കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടുന്ന സമീപനങ്ങളും നിലപാടുകളും ഉറച്ച തീരുമാനങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡും എടുക്കണമെന്ന് നിഷ്പക്ഷരായ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾ നിങ്ങളെ ഒരു മുന്നണിയുടെ ഭാഗമല്ല. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തന്നു, ഞങ്ങളെപ്പോലത്തെ നിഷ്പക്ഷരായ ആളുകൾ ഇന്ന് UDF വരണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്തവരാണ്. അപ്പം ഞങ്ങളെ പോലത്തെ ഞാനെന്ന വ്യക്തിയെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ UDF വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്നിരിക്കെ നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ നിഷ്പക്ഷരായ ആളുകളെ കേൾക്കാതെ കേവലം നിങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ സാങ്കേതികമായി നിങ്ങളെ ഘടകകക്ഷി എന്ന് പറഞ്ഞു നടക്കുന്ന ചില പാർട്ടികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു സാത്വികനായ, ഒരു നീതിമാനായ, എല്ലാ ജനങ്ങളുമായി ഉൾക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല നേതാവിനെ നിങ്ങൾ 2021 മാറ്റി നിർത്തിയതുപോലെ ഈ 2024 മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ മാറ്റി നിർത്തിയാൽ അത് ഞങ്ങളെപ്പോലുള്ള നിഷ്പക്ഷരായ ആളുകളോട് ചെയ്യുന്ന നീതികേടായിരിക്കും. അതുകൊണ്ട് വളരെ ചിന്തിച്ച് ഗഹനമായി പഠിച്ച് ആ സ്ഥാനം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകണമെന്ന് സർവോപരി എല്ലാ കേരളത്തിലെ നിഷ്പക്ഷരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.